അഡ്വക്കേറ്റ് ലാൽകുമാർ, ഈ വരാൻ പോകുന്നത് ഇനിയുമുണ്ട് സമയം, ഇനിയും മാസങ്ങളോളമുണ്ട്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നുള്ള തർക്കത്തിനപ്പുറം, ആര് ജയിക്കുന്നു, ആര് ജയിച്ചതിന് ശേഷം ആര് മുഖ്യമന്ത്രിയാവുന്നു എന്ന തർക്കത്തിനപ്പുറം ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്ന ഈ ഒരു ഞാനാണ് മുഖ്യമന്ത്രി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ബിഹേവിയർ, അതങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നതാകാം. ഒരുപക്ഷെ അതിന് പിന്നിൽ ഒന്നും ഇല്ലാതിരിക്കാം. ഇത് എന്തിൻ്റെ സൂചനയാണ്? ഇതൊന്നിൻ്റെ സൂചനയല്ല. വെന്റിലേറ്ററിൽ കിടക്കുന്ന കോൺഗ്രസ് അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ സൂചന. ഇപ്പം നിസാം പറഞ്ഞത് എന്താണ്? നിസാം പറഞ്ഞത് അടുത്ത മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിന് സാധ്യത ഉള്ളതുകൊണ്ട് ബലം പിടി നടക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ അതിന് വേറൊരു ആസ്പെക്റ്റിലാണ് ഞാൻ കാണുന്നത്. നോക്കൂ, രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയക്കാരൻ കുറെ നാളുകളായി വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വെന്റിലേറ്ററിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ശ്വാസമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ കേരളത്തിന്റെ പൊളിറ്റിക്സിൽ ഒരു കാരണവശാലും വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു രീതി നിൽക്കുകയാണ്. കാരണം എന്താണ്? വി ഡി സതീശൻ അപ്പുറത്ത് ശക്തനായി നിൽക്കുന്നു. വി ഡി സതീശന്റെ കൂട്ടത്തിൽ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ തന്നെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി നിൽക്കുന്നു. അപ്പൊ സ്വാഭാവികമായും മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളത് ആര് എന്നുള്ള ചോദ്യത്തിന് മറുപടി വി ഡി സതീശനാണ്. അങ്ങനെ വി ഡി സതീശൻ സ്ഥാനാർത്ഥിയായാൽ എന്താണ് രമേശ് ചെന്നിത്തലയുടെ വിധി? രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയ്ക്ക് സാധ്യതകൾ എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ കേരളത്തിൽ വലിയ ഒരു ഫിഗറാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് ഒരു സാധ്യതയും ഇല്ലാതായി മാറും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കാണിക്കുന്ന പരാക്രമങ്ങളാണിത്. അല്ലാതെ ഈ പറയുന്ന CPM-നെ തോൽപ്പിക്കാനുള്ള അവസരം എല്ലാവർക്കും കണ്ടപ്പം എല്ലാവരും ചാടി വീണു. അജിംസെ, ഇപ്പൊ ഈ ചർച്ചയിലുള്ള മുഖ്യമന്ത്രി കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്ന എത്ര പേരുണ്ട് നമ്മുടെ മുന്നിൽ? എന്റെ ഇപ്പോഴത്തെ മുന്നിലുള്ള 2 സ്ഥാനാർത്ഥികളേ ഉള്ളൂ. അത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല കഴിഞ്ഞ ആഴ്ച വരെ ഇല്ലായിരുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് രമേശ് ചെന്നിത്തലയും ഇത് ഫൈറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് CPM പറഞ്ഞിട്ടല്ലോ ആണോ? കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഇതാണ് അതിന്റെ രാഷ്ട്രീയ കളി എന്ന് തോന്നിയതുകൊണ്ടാണ്. അത് വെറുതെ ഒരു വായുവിൽ നിന്ന് എന്തോ ആവാഹിച്ചെടുത്ത് ചർച്ച ചെയ്യുന്നതല്ല. അതിൻ്റെ കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ഒരു മൂർത്തമായ ഒരു കാര്യമുണ്ട്. അത് NSSന്റെ മന്നം ശതാബ്ദി ആഘോഷത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്താണ്. അത് ചെറിയൊരു രാഷ്ട്രീയ നീക്കമല്ല, ഒരു പൊളിറ്റിക്കൽ ഇവന്റ് അല്ല എന്ന് അങ്ങേക്കും അറിയാമല്ലോ. അതെ, അതിലേക്ക് കറക്റ്റാണ്. ഞാൻ അജിംസെ, ഞാൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയല്ല പറഞ്ഞത്. മാധ്യമങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്താണ്? NSS അങ്ങ് ഒരു നിലപാടെടുത്തു. NSS അങ്ങനെ നിലപാടെടുക്കാൻ കാരണം എന്നാ? NSSന് വി ഡി സതീശനെ ഇഷ്ടമല്ല. വി ഡി സതീശൻ എന്ന് പറയുന്ന ആ വ്യക്തിയോട് NSSന് വലിയ താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ടും NSSന്റെ ഒരു കാൻഡിഡേറ്റായി രമേശ് ചെന്നിത്തല പ്രൊജക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് ലീഗ് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് രമേശ് ചെന്നിത്തലയോട് വലിയ എതിർപ്പുള്ള ആളല്ല. എന്നാൽ വി ഡി സതീശന്റെ ശൈലിയോട് കോൺഗ്രസിനകത്ത് തന്നെ വലിയ പ്രശ്നമുണ്ട്. വി ഡി സതീശനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് കോൺഗ്രസിനകത്ത് തന്നെ ധാരണയുണ്ട്. അത് നിങ്ങൾ പേഴ്സണലി ഇവരോട് സംസാരിച്ചാൽ അറിയാം. സംസ്ഥാനത്ത് മൊത്തം എല്ലാ കോണുകളിലേക്കും സ്വാധീനമുള്ള ഒരു നേതാവാണോ വി ഡി സതീശൻ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് കോൺഗ്രസ്സുകാർ തന്നെ നിങ്ങളുടെ പേഴ്സണലി മറുപടി പറയും. ഇതൊരു സത്യം. പക്ഷെ അതേ സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് അതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോൺഗ്രസിനകത്ത് തന്നെ റിഫ്റ്റ് നടക്കുന്നു. നോക്കൂ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇപ്പൊ രമേശ് ചെന്നിത്തല വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ KPCC പ്രസിഡന്റ് എന്താണ് പറഞ്ഞത്? അദ്ദേഹം യോഗ്യന. ഇതിനകത്ത് ഇപ്പൊ ആരാ യോഗ്യത ഇല്ലാത്തത്? നോക്കൂ, കേരളത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന എലിജിബിലിറ്റി നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും യോഗ്യരാണ്. എന്നാൽ ഇവിടെ താഴെ താഴെ കിടക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനെ ഇവർ മുഖ്യമന്ത്രിയാക്കുമോ? ഇല്ലല്ലോ. നോക്കൂ, ഇത് CPM-ന്റെ മണ്ടയ്ക്ക് കൊണ്ടൊന്ന് വെച്ച് കെട്ടി CPM-ന് എന്തുകൊണ്ടൊരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ ചുമ്മാ അനാവശ്യമായ ഒരു കാര്യമാണ്. CPM-ന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ CPM ഒരു ദിവസം കൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. അതിനകത്ത് ആരും സംശയിക്കേണ്ട കാര്യമില്ല. ഇവർക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഇവർ 40 ദിവസം കൊണ്ട് പോലും ആളെ തീരുമാനിക്കത്തില്ല. അത് ആ 40 ദിവസം കൊണ്ട് തീരുമാനിക്കത്തില്ലെന്ന് പറയാൻ കാര്യം ഇപ്പോഴേ പണി തുടങ്ങി എന്നുള്ളതാണ്.